ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അൻവർ സാദത്ത് എംഎൽഎ ഉപവാസ സമരം ആരംഭിച്ചു. ബിജെപിയെക്കുറിച്ച് ഇപ്പോൾ ബിഷപ്പുമാർക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴ്ത്തുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ ജയിലിലടച്ച കന്യാസ്ത്രീകളെ നിരുപാധികം മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആലുവ എംഎൽഎ അൻവർ സാദത്ത് ഉപവാസം ആരംഭിച്ചത്. ഗാന്ധി സ്ക്വയറിൽ നടക്കുന്ന ഉപവാസം ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അകാരണമായിട്ടാണ് ഈ രണ്ട് സഹോദരിമാരെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭരണാധികാരികളും അവിടുത്തെ പോലീസും ഇതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ കണ്ണൂരിലെ വീട് കെ.സി. വേണുഗോപാൽ എം.പി സന്ദർശിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്ന ഗുരുതരാവസ്ഥയുടെ തെളിവാണ് ഈ കേസെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥമുണ്ടെങ്കിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇത്തരം വകുപ്പുകൾ ചേർക്കേണ്ട കാര്യമില്ല. ആ വകുപ്പുകൾ മാറ്റി എഴുതാനും ജാമ്യം കൊടുക്കാനും പറഞ്ഞ ആ കോടതി തന്നെ ജാമ്യം കിട്ടുമായിരുന്നു. ഇത് കേൾക്കാൻ അവർക്ക് തയ്യാറാവുമെങ്കിൽ അവർ തയ്യാറാവണം. ഇമ്മീഡിയറ്റ് ആയിട്ട് അത്രേ ഉള്ളൂ. വിചാരധാരയിൽ എഴുതി വെച്ചതാണ് RSS നടപ്പാക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അവര് രാജ്യത്ത് വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുള്ള അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ ആക്രമണമല്ല. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് BJP-ക്കാരെന്നും അവരാണ് കേക്കുമായി വരുന്നതെന്നും ബിഷപ്പുമാർക്ക് ബോധ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴ്ത്തുമായി കൂടിക്കാഴ്ച നടത്തി. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആൻഡ്രൂസ് താഴ്ത്ത് ആവശ്യപ്പെട്ടു. നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവർ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. തെറ്റിദ്ധാരണയുടെ പുറത്താണ് കന്യാസ്ത്രീകൾക്കെതിരായ ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.